നിങ്ങൾക്ക് എല്ലാവർക്കും ലൈല മജ്നുയുടെ ലവ് സ്റ്റോറി ഫെമിലിയർ ആയിരിക്കും അല്ലേ? നമുക്കറിയാം, ഈ ലൈലയെ പ്രേമിച്ച് പ്രാന്തായി അവസാനം നാട്ടുകാർ കൈസിനിട്ട് കൊടുക്കുന്നൊരു പേരുണ്ട്, മജ്നൂൻ. മജ്നൂൻ എന്നതിനർത്ഥം മാഡ്മൻ, അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് പ്രാന്തായി എന്നുള്ളൊരു സെൻസിലാണ് നാട്ടുകാർ നമ്മുടെ കൈസിന് ആ ഒരു പേര് കൊടുക്കുന്നത്. നമുക്കറിയാം, ലൈലയുടെ ഫാദർ കൈസായിട്ട് അല്ലെങ്കിൽ മജ്നൂനായിട്ടുള്ള കല്യാണം നടത്തി കൊടുത്തില്ല എന്നാണ് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ എന്നിട്ടും നമ്മുടെ മജ്നൂൻ നമ്മുടെ ലൈലയെ പ്രേമിച്ചത് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടായിരുന്നു. ലൈല വേറെ കല്യാണം കഴിച്ചിട്ടും അതിനും മാത്രം ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ മജ്നൂൻ ലൈലയെ സ്നേഹിച്ചത്. ചെറുപ്പം മുതലേ മജ്നൂൻ ലൈലയെ പറ്റി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കവിതകളിലൂടെ എല്ലാം ലൈല അതിസുന്ദരിയാണെന്നാണ് മജ്നൂൻ ലൈലയുടെ കവിതകളിലൂടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മജ്നൂൻ്റെ കവിതകളിലൂടെ ലൈല അത്രയും സുന്ദരിയാണെന്ന് കേട്ടറിഞ്ഞൊരു രാജാവ് ആളെയൊക്കെയാണ് ലൈലയെ കാണാൻ. അങ്ങനെ ലൈലയെ കാണുമ്പോൾ രാജാവ് പറയുന്നുണ്ട്, ഇതാണോ ലൈല? ബിക്കോസ് രാജാവിന് ലൈല അത്ര വലിയ സുന്ദരിയായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ലൈല തിരിച്ചു കൊടുക്കുന്നൊരു മാജിക്കലായിട്ടുള്ളൊരു റിപ്ലൈ ഉണ്ട്, അതെ, ഞാൻ ലൈല തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മജ്നൂൻ ആവണം. നിങ്ങൾ മജ്നൂൻ അല്ലല്ലോ എൻ്റെ സൗന്ദര്യം കാണാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലൈല തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. മശ്രിഖ് മഗ്രിബിനൊളിവായി മന്നാനയച്ച റസൂലുള്ളാഹ്